ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 1 കപ്പ് പച്ചരി വെച്ചാണ് ഞാനിവിടെ വട്ടയപ്പം ഉണ്ടാക്കുന്നത്. പച്ചരി ഒരു 4-5 മണിക്കൂർ മുന്നേ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പച്ചരിയുടെ കൂടെ ഒരു 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ ആ ഒരു കറുത്ത ഭാഗം ഒഴിവാക്കിയിട്ട് വേണം ഇതിലേക്ക് എടുക്കാനായിട്ട്, എന്നാലേ ഉള്ളൂ വട്ടയപ്പത്തിന് നല്ലൊരു വൈറ്റ് കളർ കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് 3 ഏലക്കായ ഇട്ട് കൊടുക്കാം. ഏലക്കായയുടെ തൊലി കളഞ്ഞാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര നമുക്ക് മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. പഞ്ചസാരയുടെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. തരിയൊന്നും ഇല്ലാതെ തന്നെ വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇപ്പം ഞാനിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ മാവിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. ഇപ്പം ഞാനിവിടെ മാവ് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഉഴുന്ന് ദോശയുടെയൊക്കെ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി തന്നെയാണ് ഇതിലേക്കും വേണ്ടത്. മാവ് നല്ലപോലെ പൊങ്ങി കിട്ടാനായിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് മാറ്റി വെക്കണം. ചെറിയ ചൂടുള്ള സ്ഥലത്ത് വേണം ഇത് വെക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 8 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ മാവെല്ലാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇവിടെ ഇപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാനായിട്ടുള്ള പ്ലേറ്റിൽ ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ തടവി കൊടുത്തതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കാം. പ്ലേറ്റിൻ്റെ ഒരു 1/4 ഭാഗം വരെ മാവ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. മാവെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. ഒരു 1/2 മണിക്കൂറെങ്കിലും വേണം ഇത് കുക്കാവാനായിട്ട്. 1/2 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഇവിടെ വട്ടയപ്പം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്ന് ഇവിടെ പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.